മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അധികായൻ അജിത് പവാറിന്റെ വിയോഗം രാജ്യത്തുണ്ടാക്കിയ ഞെട്ടൽ ചെറുതല്ല. ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതും. അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. എന്നാൽ മമതയുടെ ആരോപണം രാഷ്ട്രീയം മാത്രമാണെന്ന് പറഞ്ഞ് അജിത് പവാർ പക്ഷവും എൻഡിഎ നേതാക്കളും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് മമതയുടെ വെളിപ്പെടുത്തൽ വെറുമൊരു ആരോപണമായി തള്ളിക്കളയാൻ കഴിയില്ല എന്ന് വ്യക്തമാവുകയാണ്. അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങളോടെ ബലപ്പെടുകയാണ്. അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ബാരാമതിയിൽ പൂർത്തിയായി നേതാക്കൾ പിരിഞ്ഞു പോകുമ്പോഴും ഈ മരണത്തിലെ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉയർത്തിയ കടുത്ത ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്നും പുറത്തുവരുന്നത്. അജിത് പവാർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നതിന് കൃത്യം ഒരു വർഷം മുൻപ് തന്നെ ആ വിമാന കമ്പനിയുടെ ലൈസൻസ് യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി അഥവാ EASA സസ്പെൻഡ് ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വരുത്തിയ ഗുരുതരമായ വീഴ്ചകളെ തുടർന്ന് വിദേശ രാജ്യങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു ചാർട്ടർ ഓപ്പറേറ്ററുടെ സേവനമാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കായി ഉപയോഗിച്ചത്. ലോകത്തെ ഏറ്റവും മികച്ച സുരക്ഷാ റെഗുലേറ്റർമാർ അപകടകാരി എന്ന് മുദ്രകുത്തിയ ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ VIP സുരക്ഷാ വലയത്തിനുള്ളിൽ കടന്നുകൂടിയത്. മമതാ ബാനർജി പറഞ്ഞതുപോലെ ഇത് വെറുമൊരു അപകടമല്ലെന്നും കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു തിരക്കഥയുടെ ഭാഗമാണെന്നും വിശ്വസിക്കാൻ പോകുന്ന തെളിവുകളാണ് ഈ വിമാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക ക്ഷമതയിലും അറ്റകുറ്റപ്പണികളിലും വലിയ വീഴ്ചകൾ ഉണ്ടായിരുന്നതായി യൂറോപ്യൻ റെഗുലേറ്റർമാർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇത്തരമൊരു കമ്പനിയെ ഇന്ത്യയിൽ സർവീസ് നടത്താൻ അനുവദിച്ചതും അജിത് പവാറിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് ആ വിമാനം തന്നെ ഉപയോഗിച്ചതും വലിയ അട്ടിമറി സാധ്യതകളാണ് തുറന്നിടുന്നത്. അജിത് പവാർ BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം വിടാൻ ആഗ്രഹിച്ചിരുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ശരത് പവാറുമായി അദ്ദേഹം വീണ്ടും അടുക്കുന്നുവെന്നും രാഷ്ട്രീയമായ പുതിയ നീക്കങ്ങൾ നടക്കുന്നുവെന്നുമുള്ള സൂചനകൾ പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെയാണ് ഈ അപകടം നടന്നതെന്നതും സംഭവത്തിന്റെ അസ്വാഭാവികത വർദ്ധിപ്പിക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ തനിക്ക് വിശ്വാസമില്ലെന്നും സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ സുരക്ഷാ ഭീഷണി നേരിട്ടിരുന്ന ഒരു വിമാന കമ്പനിയുടെ സേവനം അജിത് പവാറിനായി ലഭ്യമാക്കിയത് വഴി സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭരണകൂടവും വരുത്തിയത് മാപ്പർഹിക്കാത്ത വീഴ്ചയാണ്. യൂറോപ്യൻ യൂണിയനിൽ പറക്കാൻ അനുമതിയില്ലാത്ത വിമാനം ഇന്ത്യയുടെ ആകാശത്ത് ഒരു ഉപമുഖ്യമന്ത്രിയുമായി പറന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ വിമാന കമ്പനിക്ക് കരാറുകൾ ലഭിക്കാൻ വഴിവിട്ട് സഹായിച്ചവർ ആരെല്ലാമാണെന്ന് കണ്ടെത്തണം. മമതാ ബാനർജിയെ കൂടാതെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഈ അപകടത്തിലെ അസ്വാഭാവികത ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. BJP നേതൃത്വവുമായി അജിത് പവാർ അകൽച്ചയിലായിരുന്നു എന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതും അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചതാണോ എന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നു. മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്കുള്ള യാത്രക്കിടയിൽ പൈലറ്റുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 5 പേരുടെ ജീവനെടുത്ത ഈ ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒന്നാകാനുള്ള സാധ്യതകളിലേക്കാണ് ഇപ്പോൾ പുറത്തുവന്ന ഏറ്റവും പുതിയ വാർത്തകൾ വിരൽ ചൂണ്ടുന്നത്. വിദേശ റെഗുലേറ്റർമാർ മുൻകൂട്ടി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഈ വിമാനം സർവീസ് നടത്തിയത് ബോധപൂർവമാണെന്ന് വിശ്വസിക്കേണ്ടി വരും. സാധാരണ നിലയിൽ അതീവ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രം അനുമതി നൽകുന്ന VIP യാത്രകളിൽ ഇത്രയും വലിയൊരു ചതി സംഭവിച്ചത് അവിശ്വസനീയമാണ്. അജിത് പവാർ എന്ന കരുത്തനായ നേതാവ് NDA വിടുന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ തകർക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം ആർക്കൊക്കെയാണ് ഗുണകരമായതെന്ന മമതാ ബാനർജിയുടെ ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും അത് മറച്ചുവെച്ചു എന്നതാണ് സത്യം. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ സത്യം പുറത്തുവരികയുള്ളൂ. ഒരു ജനനായകന്റെ അന്ത്യം വെറും ഒരു സാങ്കേതിക പിഴവായി എഴുതിത്തള്ളാൻ കഴിയില്ലെന്നും ഇതിന് പിന്നിലെ അദൃശ്യകരങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആവശ്യം.